സ്നേഹമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ നമ്മെ ഏറെ സ്വാധീനിക്കുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളാകാം, സഹോദരങ്ങളാകാം, സുഹൃത്തുക്കളാകാം, സഹപ്രവർത്തകരാകാം, അധ്യാപകരോ രാഷ്ട്രീയ പ്രവർത്തകരോ ശാസ്ത്രജ്ഞന്മാരോ, അങ്ങനെ നാം കണ്ടുമുട്ടുന്ന ഏതു മനുഷ്യനും നമ്മെ സ്വാധീനിക്കുവാൻ തക്ക ശക്തിയുണ്ട്. പുണ്യജീവിതത്തിലൂടെ നമ്മെ ഒക്കെയും ഏറെ സ്വാധീനിച്ച ഒരു വലിയ വ്യക്തിത്വത്തിനുടമയായിരുന്നു അഭിവന്ദ്യ ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനി. പാവങ്ങൾക്കു വേണ്ടി എന്നും കലഹിച്ച ഒരു വ്യക്തിത്വം. ദരിദ്ര ലോകത്തിൽ ധനവാനായിരിക്കുന്നത് പാപമെന്ന് പ്രബോധിപ്പിച്ച പ്രവാചകൻ. സാമൂഹിക തിന്മകൾക്കെതിരെ അതിശക്തമായി തൻ്റെ നാവും തൂലികയും പ്രയോഗിച്ച മഹാപണ്ഡിതൻ. കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യനിലും ക്രിസ്തു സ്നേഹത്തിൻ്റെ മന്ദഹാസത്തെ പകരുന്ന വലിയ വെളിച്ചമായ ഗുരു. കണ്ടുമുട്ടുന്ന ഓരോരുവനും ചിന്തിക്കും, തിരുമേനി ഏറെ സ്നേഹിക്കുന്നത് എന്നെയാണ്. അത്രമാത്രം ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് തിരുമേനിയുമായി ഒത്തിരി പേർ സൂക്ഷിച്ചിരുന്നു. നമ്മുടെ ഓരോ ചലനത്തെയും സ്വാധീനിക്കുവാൻ തക്ക ശക്തിയുണ്ട് അവരുടെ ഓർമ്മകൾക്ക് പോലും. ജീവിതം കൊണ്ട് സന്ദേശം പകർന്നവർ, ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ കാട്ടിത്തന്നവർ, താൻ പ്രവർത്തിക്കുന്നതൊക്കെയും അത് ക്രിസ്തുവാകുന്നു എന്ന് പറഞ്ഞ് ക്രിസ്തുവിൻ്റെ നാമ മഹത്വത്തിനു വേണ്ടി തൻ്റെ ജീവിതം ഉഴിഞ്ഞുവെച്ച ആ പിതാവിൻ്റെ ഓർമ്മ ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അവസാന ശ്വാസത്തിലും മറക്കരുതേ മക്കളെ ദരിദ്ര രൂപങ്ങളെ എന്ന് പ്രബോധിപ്പിച്ച് ജീവിച്ചാലും മരിച്ചാലും ദൈവം മാത്രം മതി എനിക്കെന്ന് തലമുറകളെ പാടിപ്പഠിപ്പിച്ച ആ വന്യപിതാവിൻ്റെ മധ്യസ്ഥതയിൽ നമുക്കും അഭയം പ്രാപിക്കാം. കബറടങ്ങിയിരിക്കുന്ന മാവേലിക്കര സെന്റ് പോൾസ് മിഷൻ ട്രെയിനിങ് സെന്ററിൽ പിതാവിൻ്റെ ഓർമ്മ കൊണ്ടാടുമ്പോൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിട്ട് 9 വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ആ ഓർമ്മകൾക്ക് പോലും ഒരു സുഗന്ധമുണ്ട്. ആ ഓർമ്മകൾ പോലും നമ്മെ വല്ലാതെ പ്രഹരിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരല്പമെങ്കിലും വെളിച്ചമാകുവാൻ, ഒരല്പമെങ്കിലും സ്വാധീനിക്കുവാൻ നമുക്കും സാധിക്കണമെന്ന ശക്തമായ ഓർമ്മപ്പെടുത്തലുണ്ട്. അഭിവന്ദ്യ തിരുമേനിയുടെ മധ്യസ്ഥത നമ്മുടെ ജീവിതങ്ങൾക്ക് കാവലും കോട്ടയുമാകട്ടെ. ഏവർക്കും ശുഭരാത്രി.